മാത്രമല്ല കേട്ടോ, നമ്മളൊക്കെ എപ്പോഴും വിചാരിക്കുന്നത് ഇപ്പോൾ വന്ദേ ഭാരത് വന്നതിന് ശേഷം എല്ലാവരും പറയുന്നത് ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ വന്ദേ ഭാരതാണ്, അതിനെ കളച്ചു വയ്ക്കാൻ മറ്റൊരു ട്രെയിനിനും കഴിയില്ല. കാരണം പലരും ഇപ്പോൾ വന്ദേ ഭാരതിനെ ആശ്രയിക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് എത്താം. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ 3 മണിക്കൂർ കൊണ്ടൊക്കെ എത്താം. അപ്പോൾ അത്തരത്തിൽ ഏറ്റവും വേഗത കൂടിയ ട്രെയിനായിരുന്നു വന്ദേ ഭാരത്. പക്ഷേ വന്ദേ ഭാരതിനെയും കടത്തിവെട്ടി ആ കില്ലാടി വന്നിരിക്കുകയാണ്. ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്? അത് ഈ വന്ദേ ഭാരതിനെ കുറിച്ച് തന്നെ പറയാം. ഈ വന്ദേ ഭാരത് നമ്മൾ ഈ സാധാരണ കണ്ട് ശീലിച്ച ട്രെയിൻ എന്ന് പറയുന്ന മുമ്പിൽ ഒരു ലോക്കോ യൂണിറ്റ് കാണും. അതൊന്നെങ്കിൽ ഡീസൽ എഞ്ചിനായിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രിക് എഞ്ചിനായിരിക്കും. അത് വലിച്ചുകൊണ്ട് പോകുന്ന ബോഗികളാണ് പുറകെ ഉള്ളത്. അപ്പോൾ ആ മുമ്പിലുള്ള ലോക്കോ യൂണിറ്റ് ഏതാണോ അതിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഓരോ ട്രെയിനിൻ്റെയും വേഗത നിശ്ചയിക്കുന്നത്. ഈ വന്ദേ ഭാരത് എന്ന് പറഞ്ഞാൽ അതിന് ഈ ഇലക്ട്രിക് മോട്ടോറുകളാണ് ഉപയോഗിക്കുന്നത്. ഓരോ ബോഗികൾക്കും ഇത്തരത്തിൽ ഇലക്ട്രിക് മോട്ടോറുകളുണ്ട്. അപ്പോൾ അതെല്ലാം പ്രവർത്തിക്കുന്നത് ക്ഷണനേരം കൊണ്ടാണ്. ഈ ഇലക്ട്രിക് മോട്ടോറുകൾ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ഉള്ള പ്രത്യേകത തന്നെയാണ്. ക്ഷണനേരം കൊണ്ട് ഇത് പരമാവധി വേഗതയിലേക്ക് എത്തും. ഇപ്പോൾ ഈ വന്ദേ ഭാരതൊക്കെ ഒരു സ്റ്റേഷനിൽ നിർത്തിക്കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോകുന്ന പെട്ടെന്ന്, ഈ സാധാരണ ട്രെയിനൊക്കെ ഒരു വേഗതയിലെത്താൻ കുറച്ച് സമയം എടുക്കുമല്ലോ. വന്ദേ ഭാരതൊക്കെ സെക്കൻഡ് കൊണ്ടാണ് അതിൻ്റെ പരമാവധി വേഗതയിലേക്ക് എത്തുന്നത്. ഈ വന്ദേ ഭാരത് ട്രെയിൻ അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരമാവധി 180 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കാൻ പറ്റുന്ന തരത്തിലാണ്. ഇന്ത്യയിൽ അത് 160 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാനായിട്ടായിരുന്നു ആദ്യത്തെ തീരുമാനം. പിന്നീടത് 130 കിലോമീറ്റർ എന്നും മതി എന്ന് റെയിൽവേ മന്ത്രാലയം പുനർനിർണയിച്ചു. അതിൻ്റെ എന്ത് സാഹചര്യത്തിൽ, എന്ത് കാരണത്താലാണ് അങ്ങനെ പുനർനിർണയിച്ചത് എന്നുള്ളത് ഇതുവരെ റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടില്ല. ഇനി തന്നെക്കറിയാമോ, ഈ കേരളത്തിലും വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ടല്ലോ. കേരളത്തിൽ വന്ദേ ഭാരതിൻ്റെ പരമാവധി അല്ലെങ്കിൽ ശരാശരി വേഗത എത്രയാണെന്നറിയാമോ? 72 കിലോമീറ്ററാണ്. അതായത് അതിൻ്റെ പരമാവധി വേഗതയുടെ പകുതിക്ക് വേഗതയിലാണ് കേരളത്തിൽ ഈ വന്ദേ ഭാരത് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പോലും നമ്മൾ കേരളത്തിൽ ഓടുന്ന ഏറ്റവും വേഗതയേറിയ തീവണ്ടി വന്ദേ ഭാരത് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിന് എന്തുകൊണ്ട് കേരളത്തിൽ ഇത്ര വേഗത കുറഞ്ഞു പോകുന്നു എന്നുള്ളതിന് ഉത്തരം ഇവിടുത്തെ റെയിൽവേ ട്രാക്കുകളുടെ കുഴപ്പം തന്നെയാണ്. ഒന്ന്, അത് ചിലതൊക്കെ ഒരുപാട് കാലപ്പഴക്കം ഏറിയ റൂട്ടുകളാണ്. ഇപ്പോൾ വളഞ്ഞും പുളഞ്ഞും ഉള്ള റൂട്ടുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ഒരു പരമാവധി വേഗതയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ട്രെയിൽ എന്ന് പറയാൻ നമുക്കറിയാമല്ലോ, ഇത് പാളത്തേൽ ഇങ്ങനെ തെന്നി നീങ്ങുന്ന സംഗതിയാണ്. ചിലപ്പോൾ അത് മറിയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റ് ട്രെയിനുകളുടെ സമയം, ഈ വന്ദേ ഭാരതിനൊക്കെ പോകാൻ വേണ്ടി പല സ്റ്റേഷനുകളിലും മറ്റ് ട്രെയിനുകളൊക്കെ ഒതുക്കിയിട്ടിട്ടാണ് വന്ദേ ഭാരതിനെ കടത്തിവിടുന്നത്. അപ്പോൾ മറ്റ് ട്രെയിനുകളും ഇതേ ട്രാക്കിൽ ഉള്ളതൊക്കെയാണ് കേരളത്തിലെ വന്ദേ ഭാരതിൻ്റെ വേഗത കുറയ്ക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് വന്ദേ ഭാരതാണ് രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്നാണ്. പക്ഷേ ഇപ്പോൾ പുതിയൊരു കഥാപാത്രം വരികയാണ്. ആ ട്രെയിനിൻ്റെ പേര് നമോ ഭാരത് എന്നാണ്. വന്ദേ ഭാരത്, നമോ ഭാരത്, തെറ്റിപ്പോകരുത് കേട്ടോ. ഈ നമോ ഭാരത് അത് നമ്മുടെ ഈ മെട്രോ റെയിലിന് സമാനമായ ഒരു ട്രെയിനാണ്. നിലവിൽ 6 ബോഗിയേ ഉള്ളൂ ആ ഒരു ട്രെയിനിന്. ഏതാണ്ട് ബുള്ളറ്റ് ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 6 ബോഗിയുള്ള ഈ നമോ ഭാരതിന് 30 ട്രെയിനുകളുണ്ട് മൊത്തം. ഇതിപ്പോൾ സർവീസ് നടത്തുന്നത് ഡൽഹിയിലും UPക്കും ഇടയിലാണ്. ഡൽഹിയിലെ അശോക് നഗർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് UPയിലെ മീററ്റ് എന്ന് പറയുന്ന സൗത്ത് മീററ്റിലാണ് ഇത് വന്നിപ്പോൾ അവസാനിക്കുന്നത്. ഏതാണ്ട് 55 കിലോമീറ്റർ ആണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഈ 55 കിലോമീറ്റർ സർവീസ് നടത്തുന്നതിൽ 11 സ്റ്റേഷനുകളാണുള്ളത്. ഓരോ സ്റ്റേഷനുകൾ തമ്മിൽ 5 കിലോമീറ്റർ 8 കിലോമീറ്റർ വരെ വ്യത്യാസം ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന 55 കിലോമീറ്റർ ദൂരത്താണ് ഈ ട്രെയിൻ 160 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഇന്ത്യയിലെ ഏറ്റവും പരമാവധി വേഗതയാണ്. പക്ഷേ ഈ 160 കിലോമീറ്റർ വേഗതയിൽ ഇതുവരെ ട്രെയിനുകൾ നേരത്തെ സഞ്ചരിച്ചിട്ടുണ്ട്. 2016 ഇത്രയും വേഗതയിൽ ഒരു ട്രെയിൻ സഞ്ചരിച്ചത്. അതിൻ്റെ പേര് ഗതിമാൻ എക്സ്പ്രസ് എന്നായിരുന്നു. അത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് സെമി ഹൈസ്പീഡ് ട്രെയിനാണ്. അത് സഞ്ചരിച്ചത് ഹസ്രത്ത് നിസാമുദ്ദീനും അതേപോലെ ആഗ്രയും ഈ റൂട്ടിലാണ് 160 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചത്. പക്ഷേ അത്രയും വേഗതയിൽ ആ ട്രെയിനിനെ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കിയത് പ്രത്യേകം തയ്യാറാക്കിയ ട്രാക്കിലാണ് ആ ട്രെയിൻ ആ വേഗതയിൽ ഓടിയത്. പിന്നീട് വന്ദേ ഭാരത് വന്നപ്പോഴും വന്ദേ ഭാരത് ഇതേപോലെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ്. വന്ദേ ഭാരതും ഇതേ റൂട്ടിൽ 160 വേഗതയിൽ പോയിരുന്നു. പക്ഷേ 2024 ജൂൺ 24 റെയിൽവേ മന്ത്രാലയം ഒരു തീരുമാനമെടുത്തു. ഇനി തൊട്ട് പരമാവധി വേഗത 130 കിലോമീറ്റർ വരെ മതി. എന്തുകൊണ്ട് അതിന് അത്തരത്തിൽ വേഗത കുറച്ചു എന്നുള്ളതിന് റെയിൽവേ മന്ത്രാലയം ഇതുവരെ ഒരു കാരണം ബോധിപ്പിച്ചിട്ടില്ല.
നിലവിൽ ഇന്ത്യയിലെ ട്രെയിനുകളുടെ പരമാവധി വേഗത 130 കിലോമീറ്ററാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നമോ ഭാരത് ഇത്തരത്തിൽ 160 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിച്ച് ഇത്ര വലിയൊരു വേഗത കൈവരിക്കുന്നത്. ഈ നമോ ഭാരത് സർവീസ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൽഹിയും യു പിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ഇടനാഴി നിലവിൽ 55 കിലോമീറ്ററാണ്. അത് വിപുലീകരിക്കാൻ പദ്ധതിയുണ്ട്. അത് വിപുലീകരിച്ചാൽ ഡൽഹിയിലെ സാറായ് കലേഖാൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് യു പിയിലെ മോദിപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇത് നീട്ടാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അതിൻ്റെ നീളം കുറച്ചുകൂടി കൂടും. ഇത് ഉടനെ തന്നെ കമ്മീഷൻ ചെയ്യുമെന്നാണ് അറിയുന്നത്. അത്തരത്തിൽ വരുമ്പോൾ ഏകദേശം 83 കിലോമീറ്ററിനടുത്ത് ദൂരം, നിലവിൽ 55 കിലോമീറ്റർ ഉള്ളത് 83 കിലോമീറ്റർ ആയിട്ട് ഇതിൻ്റെ ദൈർഘ്യം കൂടും. ഇപ്പോൾ നിലവിൽ 11 സ്റ്റേഷനുകളാണ് ഉള്ളതെങ്കിൽ ഈ പാത മുഴുവനായി കമ്മീഷൻ ചെയ്യുമ്പോൾ 16 റെയിൽവേ സ്റ്റേഷനുകളായിട്ട് മാറും. അപ്പോൾ അത്തരത്തിൽ ഇത് കമ്മീഷൻ ചെയ്തെടുക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് യു പിയിലേക്ക് അല്ലെങ്കിൽ യു പിയിൽ നിന്ന് ഡൽഹിയിലേക്ക് 1 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തെത്താം എന്നുള്ളതായിരിക്കും. കാരണം ഈ 160 കിലോമീറ്റർ വരെ വേഗതയിൽ ട്രെയിൻ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു സംഗതിയുണ്ട്, 5 കിലോമീറ്റർ മുതൽ 8 കിലോമീറ്റർ വരെയാണ് ഓരോ റെയിൽവേ സ്റ്റേഷനുകളും തമ്മിലുള്ള ദൂരപരിധി. അപ്പോൾ ഈ പരമാവധി ദൂരെ കൂടുതലുള്ള സ്ഥലത്തായിരിക്കും ഈ ട്രെയിൻ പരമാവധി വേഗതയിൽ പോവുക എന്നുള്ളതും മനസ്സിലാക്കി വെച്ചേക്കണം. പിന്നെ മറ്റൊരു സംഗതി കൂടിയുണ്ട്, ഈ നമോ ഭാരത് റെയിൽ സർവീസ് അത് പൂർണ്ണമായി റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിലല്ല പ്രവർത്തിക്കുന്നതെന്നുകൂടി മനസ്സിലാക്കണം. പുതിയൊരു കമ്പനി വന്നിട്ടുണ്ട്. ആ കമ്പനിയുടെ പേര് NCRTCL. അതിൻ്റെ മുഴുവൻ പേര് നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ, അങ്ങനെയാണ് ആ കമ്പനിയുടെ പേര്. അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിന് പങ്കാളിത്തമുണ്ട്. കേന്ദ്ര സർക്കാരാണ് ഇതിൻ്റെ 50% ഓഹരി കൈവശം വെച്ചേക്കുന്നത്. ഡൽഹി, യു പി, ഹരിയാന, രാജസ്ഥാൻ ഈ 4 സംസ്ഥാനങ്ങളും ചേർന്ന് 12.5% വീതം ഓഹരി എടുത്ത് അങ്ങനെ മൊത്തം 100% ഓഹരി. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളുടെ കൂടെ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു സെമി ഹൈസ്പീഡ് റെയിൽ അവിടെ നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മാതൃക പിന്തുടർന്നാണ് നമ്മൾ കെ-റെയിലിനെ കുറിച്ചൊക്കെ ആലോചന നടത്തിയത്. റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കൂടെ സഹകരണത്തോടു കൂടി കെ-റെയിൽ കേരളത്തിൽ കൊണ്ടുവന്നാലോ ഇത്തരത്തിൽ അതിവേഗ ട്രെയിൻ സർവീസ്. പക്ഷേ അതിനെ ഈ സ്ഥലങ്ങളിലൊക്കെ നടപ്പിലാക്കിയ അത്ര ഒരു സ്വീകാര്യത കേരളത്തിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംഗതി കൂടിയുണ്ട്. എന്തുകൊണ്ട് ഈ നമോ ഭാരത് ഇത്തരത്തിൽ ഇത്ര വേഗതയിൽ സഞ്ചരിക്കുന്നു? കാരണം ഈ നമോ ഭാരത് ട്രെയിൻ രൂപകൽപ്പന ചെയ്തത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിൽ രൂപകൽപ്പന ചെയ്ത് ഗുജറാത്തിലെ ആൽസ്റ്റോം എന്ന് പറയുന്ന കമ്പനിയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ ആധുനിക ട്രെയിനിന് വേണ്ട എല്ലാത്തരം സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ട്രെയിനിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുകയാണെങ്കിൽ ആറ്റോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ, ആറ്റോമാറ്റിക് ട്രെയിൻ കൺട്രോൾ, ഓട്ടോമാറ്റിക് ട്രെയിൻ ഓപ്പറേഷൻ, ഇതെല്ലാം ഇതിൽ സംയോജിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര വേഗതയിൽ പോയാലും ഭയക്കേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. പിന്നെ മറ്റൊരു ഗുണം കൂടിയുള്ളത്, ഈ നമോ ഭാരത് ട്രെയിൻ സർവീസിന് ഒരു കൃത്യമായ സമയ ക്രമീകരണമൊന്നുമില്ല. നമ്മുടെ മെട്രോ റെയിൽ പോലെ തന്നെ വരിക പോവുക 15 മിനിറ്റ് ഇടവേളയിൽ ഓരോ ട്രെയിനും ഓരോ സ്റ്റേഷനിൽ എത്തും എന്നുള്ളതാണ്. പിന്നെ മെട്രോയെ അപേക്ഷിച്ച് ഇത് ദൂരെ കൂടുതലാണ്. അപ്പം മെട്രോ റെയിൽ സർവീസ് പോലെയുള്ളതല്ല. സ്റ്റേഷനുകൾ തമ്മിൽ 5-8 കിലോമീറ്റർ ദൂരം ഉള്ളതുകൊണ്ട് തന്നെ മെട്രോയ്ക്ക് സമാനമായ എന്നാൽ റെയിൽവേ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പുതിയ ആധുനിക ജീവിതത്തിന് ഏറ്റവും ഉതകുന്ന ഒരു രീതിയിലുള്ള റെയിൽ സർവീസാണ്. ഏതായാലും നമോ ഭാരത് കുതിച്ചു പായുകയാണ്. ഇന്ത്യക്ക് അഭിമാനിക്കാം.